ഹായ്, ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1-2 ദിവസമായിട്ട് ഇവിടെ ഓഫീസിലെ ഒരു ജോലിയുടെ ഒരു നമ്മളൊരു ജോലി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, ഫ്ലോറിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ജോലിക്ക് ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലും പല പ്ലാറ്റ്ഫോമിലും ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ദിവസമായിട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. കുറേ CVs റിസീവ് ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് എന്തോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നി. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലോറിസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലവർ ഡിസൈൻ ചെയ്യണ ആളെന്നെയാണ് നമ്മൾ ഈ ഫ്ലോറിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ജോലിക്ക് ആളെ എടുക്കുന്നത്. അത് എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ കമ്പനിയാണ്. 38 ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ചിലേക്കാണ് നമ്മൾ ആളെ എടുക്കുന്നത്. ഒരു 3-4 പേരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 1-2 ദിവസമായിട്ട് എനിക്കിപ്പോൾ റിസീവ് ചെയ്തതിൽ പല CVs ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാണ്ട് കുറേ പേര് CVs അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ വന്നത്, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓഫീസറോ HR അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റോർ കീപ്പർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് നമുക്ക് CV വരുമ്പോൾ എന്ത് കണ്ടിട്ട് അവർ CV അയക്കുന്നതെന്ന് മനസ്സിലാവണില്ല. അവർ ഫ്ലോറിസ്റ്റ് ജോലിയിലേക്ക് നമ്മൾ ആളെ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ട്സിലൊക്കെയുള്ള ആൾക്കാർ, അക്കൗണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എന്തിനാണ് അതൊക്കെ അയക്കണേ? പല CVs നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടൻറ്റിൻ്റെ CVs, ഡ്രൈവർമാർ, എന്താ പറയുക, സ്റ്റോർ കീപ്പേഴ്സ്, അപ്പോൾ എന്താ പറയുക, റിസപ്ഷനിസ്റ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ CVs കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ CV അയക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, നമ്മളത് ആ CVs ഒന്നും നമ്മൾ നോക്കണം തന്നെ ഇല്ല. അത് റാൻഡായിട്ട് ജസ്റ്റ് ഓക്കെ ഇന്നാൾ ഇതാണ്, നമ്മൾ ഫ്ലോറിസ്റ്റായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു CV എന്ന് പറയുന്നത് അത്രയും വാല്യൂ ഉള്ള കാര്യമാണ്. CV എന്ന് പറയുന്നത് അത് നിങ്ങളൊരു ന്യൂസ് പേപ്പർ പോലെ ഇങ്ങനെ എറിഞ്ഞ് തരണ പോലെ ജസ്റ്റ് ത്രോ ചെയ്യരുത്. നിങ്ങളുടെ CV ഒരിക്കലും ത്രോ ചെയ്യരുത്. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു ജോലി എന്ന് പറയുമ്പോഴേക്കാണ് ആർക്കും റാൻഡായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കരുത്. അതിന് ഇച്ചിരി വാല്യൂ വെക്കണം. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് ആ CV. ഓക്കെ, ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കത് മലയാളീസ് അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം. എന്താ പറയുക, അത് ഇങ്ങനെ അവരവരുടെ നിവൃത്തികേടുകൊണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂടാ. മലയാളീസ് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്കിനി CV അപ്ലൈ ചെയ്യാം. എങ്ങനെ? ബിഗിനേഴ്സിന് വേണമെന്ന് പറഞ്ഞിട്ട് കമ്പനി ചിലപ്പോൾ അഡ്വർടൈസ് ചെയ്യും. സ്റ്റാർട്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏത് പൊസിഷനിലേക്കും ഏതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഏതൊരു മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കും അത് ചെയ്യാൻ പറ്റും. അതിലൊന്നും വിഷയമില്ല. ചില കമ്പനീസ് അവർ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരോ ഡിമാൻഡ്സ് വയ്ക്കും. ചിലപ്പോൾ ലൈസൻസ് വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ വാലിഡ് വിസ വേണം, അല്ലെങ്കിൽ നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ എഴുതിയിരിക്കും. അപ്പോൾ അതിൽ എല്ലാം വേണം എന്നല്ല പറയുന്നത്. 1-2 അതിൽ ഒരെണ്ണം പക്കയാണെങ്കിലും നിങ്ങൾക്കൊന്ന് സ്ട്രോങ് ആയിട്ട്, നിങ്ങളുടെ CV നല്ല സ്ട്രോങ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. ഇതൊന്നുമില്ല, ഈ പൊസിഷൻ എന്താണെന്ന് പോലും അറിയില്ല, എന്നിട്ട് അങ്ങടെ CV ത്രോ ചെയ്യും. ഇത് റിസീവ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയുക, ഇത് കിട്ടുന്ന ആൾക്കാരുടെ സമയം കളയുക. നിങ്ങളുടെ CV നല്ല എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് പോലെ അത് ഇച്ചിരി വാല്യൂ കൊടുക്കുക. CVക്ക് നല്ല രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കവർ ലെറ്റർ വയ്ക്കുക. കവർ ലെറ്ററൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ചില കമ്പനീസൊക്കെ നല്ല രീതിയിൽ കവർ ലെറ്ററൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് വയ്ക്കുക. അത് വെച്ചിട്ട് മെയിൽ അയക്കുമ്പോൾ ജസ്റ്റ് CVയും കവർ ലെറ്ററും വെച്ചിട്ട് മെയിൽ IDയിലേക്ക് മെയിൽ അയക്കാതെ ഓക്കെ ഹായ് മാഡം ഓർ സാർ, അല്ലെങ്കിൽ ഹായ് ഡിയർ, ഐ വുഡ് ലൈക്ക് ടു, അതായത് 1-2 സ്റ്റെപ്സ് വെച്ച് 1-2 ലൈൻ എഴുതി മെയിൽ അയക്കാൻ നോക്കാം. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ നെയിം, കോണ്ടാക്റ്റ്, നമ്പർ എല്ലാം വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു കാണുമ്പോൾ ഒരു സിമ്പിളായിട്ട് 1-2 ലൈനിൽ നിങ്ങളുടെ
നിങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു വിഷ് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അയക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് അങ്ങോട്ട് മെയിൽ അയക്കില്ല. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മളൊരു കമ്പനിയിലേക്ക് മെയിൽ അയക്കുമ്പോൾ CV വെച്ച് അയക്കുമ്പോൾ 1-2 സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ വെച്ചിട്ട് മെയിൽ അയക്കുക. എന്നാലേ അവർക്ക് ഓക്കെ ഇത് അയക്കുന്ന ആൾ ഇച്ചിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളൊരു ഇത് വരുള്ളൂ. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രം വെച്ചിട്ട് അയക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കാന്നുണ്ടെങ്കിൽ ഇതൊരു 1000 പേർക്ക് അയച്ചിട്ടുണ്ടാവും, അതിലൊരെണ്ണം നമ്മൾ അത്ര വാല്യൂ കണ്ടിട്ടുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ വരും. അതൊക്കെ ആ ഒരു മൈനസ് പോയിന്റ് വരുത്താതെ നോക്കാം. പിന്നെ കിട്ടും, എല്ലാം ശരിയാവുന്നേ. ഇതൊക്കെ വെറുതെ ഡ്രാമയല്ലേ. ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. എനിക്കിനി 3-4-5 വീഡിയോസ് ഇടണം. ഇതല്ല, പല പല പോയിൻറ്റ്സ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങളത് ഏറ്റെടുക്കാമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി നമുക്കൊരു വീഡിയോ ഇടാനും നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് ആ ഒരു ഇതിൽ ഇടാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ നേരം പോക്കിന് ഞാൻ വീഡിയോ ഇടില്ല. ചവറ് പോലെ അങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല. പിന്നെ നോക്കട്ടെ, ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഫ്ലാറ്റ് മേടിക്കുന്ന ആൾക്കാരും കാറ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണാറുണ്ട്. അതുപോലെ എനിക്കൊരു കാറ് മേടിക്കാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോസിൻ്റെ ഒക്കെ കമൻസും അതിൻ്റെ വ്യൂസും ഒക്കെ കണ്ട് ഓക്കെ ആൾക്കാർക്ക് ഇത് താല്പര്യമുണ്ട് കേൾക്കാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ കുറേ വീഡിയോസ് പറഞ്ഞ ആളല്ല. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടറിയാം. ഞാൻ ചിലപ്പോൾ 1 കൊല്ലത്തിൽ 1 അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടാറുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു 2 മാസത്തിൽ ഓരോ വീഡിയോ ഇട്ടാൽ കൊള്ളാം എന്നൊക്കെ തോന്നി തുടങ്ങി. എന്നുവെച്ചാൽ ഞാൻ ഇടാം. വരും വീഡിയോസൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക.